കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ UPS റൂമിൽ പുക ഉയർന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആശുപത്രിയിലുള്ള ആളുകളെയൊക്കെയും മാറ്റുകയാണ്. ICUയിൽ കിടക്കുന്ന ആളുകൾ മുതലുള്ള ബൈസ്റ്റാൻഡേഴ്സ് വരെയുള്ള എല്ലാ ആളുകളെയും അവിടെ നിന്ന് മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇനിയും ആളുകളെ മാറ്റാനുണ്ട്. ഒരുപാട് പേർ പതിനായിരങ്ങൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പെട്ടെന്ന് പുക ഉയർന്നത്. വൈകിട്ടോടുകൂടിയാണ് പുക ഉയർന്നത്. ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുകയാണ്. ഫയർഫോഴ്സ് സംഘവും പോലീസും ഒക്കെ സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. നേരത്തെ സൂപ്രണ്ട് നമ്മളോട് സംസാരിച്ചതനുസരിച്ച് മെഡിക്കൽ കോളേജിന് തന്നെ മറ്റു ബിൽഡിങ്ങുകളിലേക്ക് ആളുകളെ മാറ്റുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അവിടെ നിന്ന് പുറപ്പെടുന്ന ആംബുലൻസുകൾ നഗരത്തിന്റെ മറ്റു വീഥികളിലേക്ക് പോകുന്നു എന്നാണ് രാഹുൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മനസ്സിലാകുന്നത്. മറ്റ് ആശുപത്രികളിലേക്കൊക്കെ എത്തിക്കുന്നു ആളുകളെ എന്നുള്ളതാണ്. ഇനിയും കുറേ ആളുകൾ ICU മുറികളിലൊക്കെ ഉണ്ട്. അവരെ താഴേക്ക് എത്തിക്കുന്നതിലുള്ള ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അവിടെയുള്ള ആളുകൾ വിലപിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു. രാഹുൽ KV ഉണ്ട്. രാഹുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകൂ. പറയൂ, പുക എത്രത്തോളം ഇപ്പോൾ ശമിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? പക്ഷേ രോഗികളെ പൂർണ്ണമായും ഉണ്ട്. പക്ഷെ അവർക്കൊപ്പം അവർക്ക് ചികിത്സ നൽകുന്നുണ്ട്. വിധത്തിൽ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്രയും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. അടിയന്തരമായി ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ പറയുന്നത്. പുകയുടെ തോത് ശമിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ അത് വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി, ഒരു വലിയ കെട്ടിടം ബ്ലോക്കാകെ നിറയുന്ന രീതിയിലാണ് വിഷപ്പുക ഉയർന്നത്. അതുകൊണ്ടാണ് ഈ ശ്വാസതടസ്സം, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉണ്ടായത്. ചേട്ടനൊക്കെ ഇവിടെ ആദ്യമേ ഉണ്ടല്ലേ? ഞങ്ങൾ ആദ്യമുണ്ട്. ഇപ്പൊ ഏകദേശം ഒതുക്കിയിട്ടുണ്ട്. ചില ബ്ലോക്കുകളിലൊക്കെ ഇപ്പൊ ശരിയായിട്ട് വന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നല്ലതുണ്ട്. മുഴുവനായിട്ടുള്ള ജില്ലകളിലെ ആംബുലൻസുകളൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പേരെയും കൂടി മാറ്റാനുള്ളൂ. അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലിസ്റ്റൊന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിന്റെയൊക്കെ ചെയ്തുകൊണ്ടുവരണല്ലേ. എല്ലാ തരത്തിലും ഇടപെടൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ അതും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറെ പേര് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ആ വഴിക്ക് നമ്മുടെ കൈപോക്ക് വഴിയിട്ട് ആശുപത്രിയിലേക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഇതുണ്ട്. ഇപ്പൊ ആൾക്കൂട്ടൊക്കെ കുറഞ്ഞല്ലോ. ഇനി ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികം ആയില്ലേ അല്ലെ സംഭവിച്ചിട്ട്? എല്ലാവരും ജനങ്ങളും സ്റ്റാഫും എല്ലാവരും കൂടി ഒന്നിച്ചുള്ളൊരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വേഗം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കൊക്കെ ശ്വാസതടസ്സം, ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെയൊക്കെ മാറ്റി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പുറത്തേക്കായിട്ട് അവർ ഓരോ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതാണ് അവരുടെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് ഇത്രയും പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് എല്ലാവരെയും കൂടിയുള്ള സഹകരണത്തോട് കൂടിയിട്ടാണ്. ഇത്രയധികം ആളുകളുണ്ടായി. വലിയ ആശങ്ക, പരിഭ്രാന്തിയൊക്കെ നിറഞ്ഞ സമയമായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. മാറിയില്ല. അത്